തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPM നടത്തിയ നാടകീയ നീക്കത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. അടിത്തറ ഭദ്രമാക്കുക എന്നതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ലക്ഷ്യം. അതിന്റെ ആദ്യപടി എന്നോണമാണ് തദ്ദേശ വാർഡ് പുനഃക്രമീകരണം നടത്താൻ മുൻകൈയെടുത്തതും. എന്നാൽ തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ കരടിന്മേൽ പുനർവിഭജന കമ്മീഷന് ലഭിച്ചത് പരാതികളുടെ പ്രളയം തന്നെയാണ്. 14 ജില്ലകളിൽ നിന്നായി 16,896 പരാതികളാണ് രേഖാമൂലം തന്നെ ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്താകമാനം 30 പഞ്ചായത്തുകൾ ഒഴികെ മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും കരടിനെതിരെ പരാതികൾ ഉയരുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം പരാതി ഉയർന്നിട്ടുള്ളത്. മലപ്പുറത്ത് 2,834, കോഴിക്കോട് 2,647, തിരുവനന്തപുരത്ത് 2,009, കണ്ണൂരിൽ 1,527 എന്നിങ്ങനെയാണ് പരാതികളുടെ എണ്ണം വരുന്നത്. ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഏറ്റവും കുറവ് പരാതികൾ ലഭിച്ചത്, 480 എണ്ണം. 41 തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമുള്ള കാസർഗോഡ് നിന്ന് 853 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. കോർപ്പറേഷനുകളിൽ ഏറ്റവും കൂടുതൽ പരാതി വന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നുമാണ്, 874 എണ്ണം. പരാതികളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനം എറണാകുളം കോർപ്പറേഷനും 3ാം സ്ഥാനം തൃശൂർ കോർപ്പറേഷനുമാണ്. പുനർവിഭജനത്തെ CPM രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിച്ചു എന്നതാണ് ഉയർന്നുവരുന്ന പ്രധാന വിമർശനം. പരാതികളിൽ ഭൂരിഭാഗവും ഈ വിഷയത്തിൽ തന്നെ ആയിരിക്കും. ചട്ടങ്ങൾ പാലിച്ചല്ല വിഭജനം നടന്നതെന്നാണ് കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും നിലപാടെടുത്തിരിക്കുന്നത്. കൃത്യമായി പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ പരാതികൾ വലിയ രാഷ്ട്രീയ കലഹങ്ങൾക്ക് കാരണമാകുമെന്നും ലഭിച്ച ഓരോ പരാതിയിലും പുനർവിഭജന കമ്മീഷൻ അന്വേഷണം നടത്തുമെന്നും പറയുന്നുണ്ട്. പബ്ലിക് ഹിയറിംഗ് നടത്തിക്കൊണ്ട് പരാതിക്കാരെ നേരിൽ കാണും. എന്നിട്ടാകും അന്തിമ വിജ്ഞാപന പ്രഖ്യാപനം ഉണ്ടാവുക. പരാതികളുടെ പ്രളയത്തിനിടെ ഇത് എത്ര നീളും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ. മറ്റ് പാർട്ടികളുടെ പരാതിയേക്കാൾ CPMന് യഥാർത്ഥത്തിൽ തിരിച്ചടിയായത് CPI ഉയർത്തിയ പരാതിയും വിമർശനവുമായി രംഗത്തെത്തിയത് തന്നെയാണ്. സ്ഥിരമായി CPM മത്സരിക്കുന്ന 3 വാർഡുകൾ പൂർണ്ണമായും ഒഴിവാക്കിയതും 2 ടൈമായി വിഭജിക്കുന്ന വഴുതക്കാട് വാർഡ് വെട്ടിമുറിച്ചതുമാണ് CPIയെ ചൊടിപ്പിച്ചിരുന്നത്. വാർഡുകൾ പഴയപടി നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്കും പരാതികൾ നൽകാൻ അതത് വാർഡ് കമ്മിറ്റികളുടെ CPI ജില്ലാ നേതൃത്വം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നതാണ്. CPI മത്സരിക്കുന്ന PTP നഗർ, ശംഖുമുഖം, ശ്രീവരാഹം വാർഡുകളാണ് നിലവിൽ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് വാർഡിലെ ഏതാനും ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് 2000-ലാണ് PTP നഗർ വാർഡ് രൂപീകരിച്ചത്. അന്നു മുതൽ തുടർച്ചയായി 3 ടൈം വിജയിച്ചുകൊണ്ട് മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായ G. ഹാപ്പികുമാർ ഹാട്രിക് വിജയം നേടിയിട്ടുണ്ടായിരുന്നു. 2015-ൽ വനിതാ സംവരണമായപ്പോഴാണ് CPIക്ക് വാർഡ് കൈവിടേണ്ട അവസ്ഥ വന്നത്. 5 തവണ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിച്ച വാർഡ് പൂർണ്ണമായും ഒഴിവാക്കിയതിലാണ് CPIക്ക് ഇപ്പോഴുള്ള അതൃപ്തി. 2010-ലെ വാർഡ് വിഭജനത്തിന് ശേഷം 2 ടൈം CPI സ്ഥാനാർത്ഥികളാണ് ശംഖുമുഖം വാർഡിൽ വിജയിച്ചത്. 2020-ലെ തെരഞ്ഞെടുപ്പിലും CPI സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് എങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. പാർട്ടിയുടെ സ്വന്തം വാർഡ് എന്നാണ് ശ്രീവരാഹത്തെ CPI വിശേഷിപ്പിക്കുന്നത്. സർക്കാർ വിമൻസ് കോളേജും ജംഗ്ഷനും ഉൾപ്പെടെ വാർഡിന്റെ സുപ്രധാന ഭാഗങ്ങൾ വെട്ടിമാറ്റിയതാണ് വഴുതക്കാട് പ്രതിഷേധത്തിന് കാരണമായി മാറിയത്. മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായ രാഖി രവികുമാറാണ് കഴിഞ്ഞ 2 ടൈമായി വാർഡിനെ പ്രതിനിധീകരിക്കുന്നത്. ജനറൽ വിഭാഗത്തിൽപ്പെട്ടിട്ടും 2020-ലെ തെരഞ്ഞെടുപ്പിൽ രാഖിയാണ് LDF-നായി മത്സര രംഗത്തേക്ക് എത്തിയത്. മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച 6ാം നമ്പർ ഉൾപ്പെടുന്ന ഭാഗം ഒഴിവാക്കിയതാണ് CPIയെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന 3 വാർഡുകൾ പൂർണ്ണമായും ഇല്ലാതാക്കിയതിൽ കോൺഗ്രസിനും കടുത്ത പ്രതിഷേധം ഉണ്ടായിരുന്നു. പെരുന്താണി വാർഡ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിലെ കൗൺസിലറായ P. പത്മകുമാർ കഴിഞ്ഞ ദിവസം ഉപവാസ സമരം നടത്തിയതും ശ്രദ്ധേയമായിരുന്നു. 17 വാർഡുകളിലാണ് CPI കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. പ്രതിഷേധങ്ങളുടെയും നിവേദന പ്രളയത്തിന്റെയും അടിസ്ഥാനത്തിൽ ശംഖുമുഖം, PTP നഗർ വാർഡുകളിൽ 1 പുനഃസ്ഥാപിച്ചേക്കും എന്ന സൂചന ഇപ്പോഴുണ്ട്. CPIയുടെ പ്രതിഷേധം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്. കരട് പട്ടികയിൽ ഒഴിവാക്കിയ വാർഡ് അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വാർഡുകളുടെ നമ്പറുകൾ വീണ്ടും മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകൾ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ CPI മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ആക്ഷേപവുമായി രംഗത്തെത്തിയിരുന്നു. ഇത് തിരുവനന്തപുരം ജില്ലയിലെ മാത്രം കാര്യമാണ്. ഇതുപോലെ തന്നെ ബാക്കി 13 ജില്ലകളിലും കനത്ത പ്രതിഷേധമായി CPI മുന്നിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. CPMന് അനുകൂലമായി വാർഡുകൾ പുനർനിർണ്ണയിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDF-നാണ് ഏറ്റവും അധികം പരാതിയുള്ളത്. മാത്രമല്ല കോൺഗ്രസ് ഭരണമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ CPMന് പ്രതികൂലമായ വിധത്തിൽ വാർഡ് വിഭജിക്കുന്നു എന്ന പരാതിയും CPMന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. അതിന് ഒരു ഉദാഹരണമാണ് വയനാട്.
വയനാട്ടിലേത്. ജില്ലയിൽ വാർഡ് വിഭജനത്തിൽ UDF ഭരിക്കുന്ന നെന്മേനി, പൂതാടി പഞ്ചായത്തുകളിൽ LDFിനാണ് പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നത്. എന്തുതന്നെയാണെങ്കിലും CPMനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തന്ത്രമെനയിൽ തന്നെയാണ് എന്നുള്ള ആക്ഷേപം തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം വാർഡ് വിഭജനം തുടങ്ങിയ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഉയർന്നു വന്ന എല്ലാ വിമർശനങ്ങളും അത് ഉറപ്പിക്കുക തന്നെയായിരുന്നു, അഥവാ ഊട്ടി ഉറപ്പിക്കുക തന്നെയായിരുന്നു. കാരണം എല്ലാ വാർഡുകളുടെയും അതിർത്തികൾ നിർണ്ണയിക്കുന്നത് അത് CPMന് അനുകൂലമായ വോട്ടുകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് എന്നുള്ള പരാതിയാണ് പിന്നീട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉയർന്നു വന്നത്. എന്നാൽ ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്നും രണ്ടാം ഘടകകക്ഷിയായ CPI പോലും രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, ഇത്ര അനവധി പരാതികൾ പോലും രേഖാമൂലം ലഭിച്ച സാഹചര്യത്തിൽ CPMന് ഇത് വലിയ വെല്ലുവിളി തന്നെയാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന CPMന് അത് തിരിച്ചടിയാകാനുള്ള സാധ്യതയും ഏറെ തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ CPMന്റെ അടിത്തറ ഭദ്രമാക്കുക എന്ന തന്ത്രവും പാളാനുള്ള സാധ്യതയുണ്ട്.